ഞാനിപ്പോൾ ഇവിടെ ഈ പോലീസുകാർക്കൊക്കെ നിൽക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇത്തെ കയറി നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ. ഇതുകൊണ്ട് ഇവിടുന്ന് കിലോമീറ്ററുകൾ, ഈ കാണുന്ന ഇവിടെ മാത്രമല്ല, ഇതൊരു ഘാട്ടാണ്. ഇവിടുന്ന് അങ്ങനെ കിലോമീറ്ററുകൾ ഈ ക്യാമറയുടെ ഇടതുവശത്തോട്ടും കിലോമീറ്ററുകൾ ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന ഈ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം കഴിഞ്ഞിട്ട് മടങ്ങുകയാണ്. ഇവിടുത്തെ ആൾക്കാരൊന്നും ഇവിടെ കൂടുതൽ ദിവസം നിൽക്കാറില്ല. ഇവിടെ കൂടുതൽ ദിവസം ഒന്നുമല്ല നിൽക്കാറില്ല. ഇവിടെ എല്ലാവരും വന്ന് ഇവിടെ കുളിക്കുന്നു, അന്നേരം തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രയാഗ്രാജിലാണുള്ള. പ്രയാഗ്രാജിൽ ഈ കാണുന്ന ദീപക് ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്ന് ഇവിടെ ഈ കാണുന്നത് യമുനാ നദിയാണ്. യമുനാ നദിയിലുള്ള അർലി ഘാട്ട് എന്ന് പറയുന്ന ഘാട്ടാണിത്. ഈ ഘാട്ടിൽ പോയിട്ട് ഘാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ യമുനാ നദിയുടെ തീരത്തൂടെ നടന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പം ഇവിടെ ഗംഗാനദിയും യമുനാ നദിയും സരസ്വതി നദിയും കൂടെ സംഗമിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഈ നദിയെ നമ്മൾ മുന്നോട്ട് നടന്ന് ഈ നദിയുടെ സൈഡിൽ കൂടെ നമ്മൾ മുന്നോട്ട് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, ഇവിടുത്തെ പല ഘാട്ടുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്ന് ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം വഴി ഇങ്ങനെ മുന്നോട്ട് കടന്ന് ഇതിപ്പം സംഗമിച്ച് കഴിഞ്ഞിട്ടുള്ള നദിയാണ്. ഈ നദിയുടെ സൈഡിൽ കൂടെ നടന്ന് ഇവിടുത്തെയും കാഴ്ചകളൊക്കെ അനേകം കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്ന് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഗംഗാനദിയുടെ കരയ്ക്കാണ്. സംഗമിക്കുന്നതിന് മുമ്പുള്ള ഗംഗാനദിയാണ്. ഈ ഗംഗാനദി ക്രോസ് ചെയ്ത് ഈ ഗംഗാനദിയുടെ കരയ്ക്കൂടെ വീണ്ടും നടന്ന് ഇവിടെ സംഗമം നടക്കുന്ന സ്ഥലം വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് പ്രയാഗ്രാജിൽ നമുക്ക് താമസിക്കാൻ കിട്ടിയ റൂമാണ്. ഇവിടെ നമുക്ക് ഒരു ദിവസത്തേന് 3 പേർക്കും കൂടെ 1000 രൂപയാണ്. ഇത് ഒത്തിരി പേർക്ക് താമസിക്കാനായിട്ട് സൗകര്യമുള്ള മുറിയാണ്. പക്ഷേ നമുക്ക് ഭാഗ്യത്തിൽ നമുക്ക് ആദ്യം ഒത്തിരി റേറ്റൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ വില പേശ് ചെയ്ത് ഒരു ദിവസത്തേന് നമുക്ക് 3 പേർക്ക് കൂടെ താമസിക്കാനായിട്ട് 1000 രൂപയേ ഉള്ളൂ. ഇത്രയും സ്ഥാനത്ത് ശേലം വൃത്തിയൊക്കെ ശേലം കുറവാണ്. എന്നാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇവിടെ ഈ പ്രയാഗ്രാജിൽ ഇതുപോലെ ഉള്ളൊരു സൗകര്യം കിട്ടുന്നത് വളരെ ഭാഗ്യമാണെന്ന് തന്നെ പറയും. നമുക്കിനി ഇന്നിപ്പം 23-ാം തീയതിയാണ്. നമ്മൾ 21-ാം തീയതി ഇവിടെ വന്നതാണ്. നമ്മുടെ സ്നാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി കാഴ്ചകൾ കാണാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ കാഴ്ചയാണ്. ഇങ്ങനെ കിലോമീറ്ററുകൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. ഇവിടെ ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ആ ദൂരെ കാണുന്ന ദീപക് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടല്. റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ എല്ലാം ഈ സ്നാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ്. ആൾക്കാർ തിരിച്ചു പോകുന്നത്. ഇവിടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നു, ഇവിടെ ദൂരെ സ്ഥലങ്ങളിൽ ഇവിടെ വരുന്നു. അവർ പെട്ടെന്ന് സ്നാനം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോവുക ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നവർ തീരെ കുറവാണ്. ഇവിടെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഇതുപോലെ ബൈക്ക് സർവീസുകളുണ്ട്. ബൈക്കുകൾ അവർ മിനിമം 2 പേരെ കയറ്റുകയുള്ളൂ. ഇവിടുത്തെ ഈ പോലീസുകാരുടെ ഒരു സേവനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ വളരെ സൗമ്യമായിട്ടാണ് എല്ലാവരോടും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. ആൾക്കാർക്ക് കടന്നുവിടാനായിട്ട് വേണ്ട വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുപോലെ പോലീസുകാർ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെ മൈക്കിൽ കൂടെയൊക്കെ അനൗൺസ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ നല്ല ഒരു സംവിധാനമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു കടവിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി വരുവാണ്. പല വഴികളിൽ നിന്ന് ഇങ്ങനെ വന്ന ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കഴിക്കാനായിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ വന്നതാണ്. ഇവിടെ നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ വെജിറ്റബിൾ ബിരിയാണിയാണ് കിട്ടുന്നത്. വലിയ കുഴപ്പമില്ലാത്ത സംഗതിയാണ്. നമ്മൾ ഇന്നലെ വൈകിട്ടും ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഇതാണ്. വൈശാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തം പചാമ്യന്നം ചതുർവിധം. ഇങ്ങനെ ഈ വണ്ടി പോകുന്ന വഴി ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തിട്ടാണ് ആൾക്കാരെ അങ്ങേ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വിടുന്നത്. ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസ് എപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിശ്ചിത ഇടവേളയിൽ ഇങ്ങനെ ആൾക്കാരെയും വണ്ടി ഇങ്ങനെ മാറി വിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങേ സൈഡിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇങ്ങോട്ട് ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഒഴുകുന്നുണ്ടോ ആൾക്കാർ. അപ്പോൾ ഇതുവരെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ വണ്ടി ബ്ലോക്ക് ചെയ്യും. അതിപ്പോൾ പല റോഡുകളിൽ നിന്ന് ആൾക്കാർ വന്ന് ഈ സംഗമസ്ഥാനത്തോട്ട് പോകുന്നതാണ്. ഇപ്പോൾ സംഗമസ്ഥാനം എന്നത് പ്രധാന സംഗമസ്ഥാനമല്ല, ത്രിവേണി സംഗമസ്ഥാനമല്ല. ഇത് യമുനാ നദിയുടെ കരയ്ക്കലുള്ള ഒരു കടവാണ്. കടവിലോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഓരോരുത്തർ ആൾക്കാർ ഇതിപ്പോൾ ഈ പ്രയാഗ്രാജ് ചൗക്കി എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ പ്രയാഗ്രാജ് ചൗക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് സംഗമത്തിൽ സ്നാനം ചെയ്ത് പോകാനായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ കൂടുതലും ഈ വഴിക്ക് വരുന്നത്. ഇതുകൊണ്ട് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോലീസുകാർ ഇങ്ങനെ എപ്പോഴും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആൾക്കാരെയും നോക്കിക്കൊണ്ട് തന്നെ പോലീസുകാർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഒക്കെ പോലീസുകാർ മൈക്കിനകത്തൂടെ വിളിച്ചു പറയുന്നത് അങ്ങേ സൈഡിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഈ പോലീസുകാർ ഇടപെടുന്നതും പറയുന്നതും ആരെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സൗമ്യമായിട്ട് വന്നിട്ടാണ് ഈ പോലീസുകാർ നമ്മളോട് പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഘാട്ട് സംഗമം ഗംഗാ യമുന സംഗമം നടക്കുന്ന ആ സ്ഥലം തന്നെയാണ്. ത്രിവേണി ഘാട്ടിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ്. ആറയിൽ ഘാട്ട് സംഘം എന്ന് പറഞ്ഞ ഒരു കടവിലോട്ടാണ് നമ്മൾ പോകുന്നത്.
നമ്മൾ ഘാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സൈഡിൽ കൂടെ കണ്ടോ, ഒരു സൈഡിൽ കൂടെ കുളി കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ഈ ആൾക്കാർ മുഴുവൻ ഘാട്ടിൽ പോയിട്ട് കുളി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ നെറ്റിയെ കണ്ടോ, എല്ലാവരുടെയും നെറ്റിയിൽ ഇതുപോലെ ഒരു കുറി കാണാം. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ആള് കൂടി വരുവാണ്. പല വഴികളിൽ നിന്ന് വന്നിട്ട് ഈ പ്രധാന വഴിയിലേക്ക് വന്ന ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും ആൾക്കാർ കൂടി വരുവാണ്. നമ്മളങ്ങനെ ഘാട്ടിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഘാട്ടാണ് അരയിൽ ഘാട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ അക്കരയായിട്ടാണ് സംഗം ഘാട്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘാട്ടാണ് സംഗം ഘാട്ട്. ഭയങ്കര തിരക്കാണ്, ആൾക്കാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ ഘാട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ദൂരോട്ട് കണ്ടോ, ഈ ഒരു കര മാത്രമല്ല, അങ്ങേക്കരയ്ക്കുണ്ടോ, അങ്ങേക്കരയ്ക്ക് കിലോമീറ്ററുകൾ നീളത്തിലിങ്ങനെ ഓരോരോ ഘാട്ടുകളാണ്. പുറകിലും മുന്നിലും ഒക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഘാട്ടിലേക്ക്. കിലോമീറ്ററുകൾ വ്യാപിച്ച് കിലോമീറ്ററുകൾ നീളത്തിലാണ് ഓരോ ഘാട്ടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നോക്കത്താ ദൂരത്ത് അങ്ങ് ദൂരെ ആറിന് അക്കരെ കാണുന്നതാണ് ഇവിടെ അക്ബറിൻ്റെ ഒരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടാണ് അങ്ങ് ദൂരെ കാണുന്നത്. ജനസാഗരം. ഇതുപോലെയുള്ള മേള, ഇത് വേൾഡ് റെക്കോർഡ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സ്ഥലത്ത് സംഗമിക്കുന്ന സ്ഥലമാണിത്. ഇത് ഒരു ദിവസത്തേനല്ല എന്ന് നമ്മൾ ഓർക്കണം. ജനുവരി 13-ാം തീയതി തുടങ്ങിയതാണ്. ഇനി ശിവരാത്രി വരെ ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ താരതമ്യേന തിരക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഇത് ഒരു ഘാട്ടാണ്. ഇവിടെ 100 കണക്കിന് ഘാട്ടുകൾ ഇതുപോലെയുണ്ട്. ഇത് ഒരു ഘാട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ പോലീസുകാർക്കൊക്കെ നിൽക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇത്തെ കയറി നിൽക്കുകയാണ്. അത് കണ്ടോ, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ, കിലോമീറ്ററുകൾ ദൂരെ. ഇത് നമ്മളിപ്പോൾ നടന്നു വന്ന ആരയിൽ ഘാട്ട് എന്ന് പറയുന്ന ഘാട്ടാണിത്. ഈ ഘാട്ട് ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കിയേ. ഈ ഇടതുവശത്തും വലതുവശത്തും എല്ലാം പൂർണ്ണമായിട്ട് മുഴുവൻ കിലോമീറ്ററുകൾ ദൂരെ. ഇവിടുന്ന് കുറച്ചും കൂടെ നേരെ മുന്നോട്ട്, ഇപ്പോൾ ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന നേരെ മുന്നോട്ട് കാണുന്ന ഭാഗമാണ് ത്രിവേണി സംഗമം, ഗംഗയും യമുനയും കൂടെ സംഗമിക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് യമുനാ നദിയുടെ തീരത്താണ്. യമുനാ നദിയുടെ തീരത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതുകൊണ്ട് ഇവിടുന്ന് കിലോമീറ്ററുകൾ, ഈ കാണുന്ന ഇവിടെ മാത്രമല്ല, ഇതൊരു ഘാട്ടാണ്. ഇവിടുന്ന് അങ്ങനെ കിലോമീറ്ററുകൾ, ഈ ക്യാമറയുടെ ഇടതുവശത്തോട്ടും കിലോമീറ്ററുകൾ ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന ഈ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം കഴിഞ്ഞിട്ട് മടങ്ങുകയാണ്. ഇവിടുത്തെ ആൾക്കാരൊന്നും ഇവിടെ കൂടുതൽ ദിവസം നിൽക്കാറില്ല. ഇവിടെ കൂടുതൽ ദിവസം ഒന്നല്ല നിൽക്കാറില്ല. ഇവിടെ എല്ലാവരും വന്ന് ഇവിടെ കുളിക്കുന്നു, അന്നേരം തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് മുഴുവൻ കാഴ്ചകളും, ഓരോ സ്ഥലത്തെയും കാഴ്ചകളും, ഓരോ സ്ഥലത്തിൻ്റെയും പ്രാധാന്യങ്ങളും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, കുംഭമേളയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ആ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ യമുനാ നദിയുടെ കരയ്ക്കാണുള്ളത്. യമുനാ നദിയുടെ ഇപ്പോൾ ഈ വലതുവശത്തോട്ട് ദൂരെയായിട്ടാണ് ത്രിവേണി സംഗമം നടക്കുന്നത്. നമ്മളിനി പോകുന്നത് ഇവിടെ നിന്ന് യമുനാ നദിയുടെ കരയ്ക്കൂടെ കുറേ ദൂരം മുന്നോട്ട് പോയിട്ട് പാലം ക്രോസ് ചെയ്ത് നമ്മൾ ഈ സംഗമസ്ഥാനത്ത് വരും. സംഗമസ്ഥാനം വരെയുള്ള കാഴ്ചകൾ മുഴുവൻ നമ്മൾ കാണിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ എല്ലാവരും വീഡിയോകൾ കാണണം. കുംഭമേളയിൽ പങ്കെടുത്ത രീതിയിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണണം, സഹകരിക്കണം. ഇത് പോലീസുകാർക്കൊക്കെ കയറി നിന്ന് ഇതൊക്കെ വാച്ച് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ കാണുന്ന ആ സാധനത്തിൻ്റെ മുകളിലാണ് നമ്മൾ കയറി നിന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്തത്. നമ്മൾ ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. മുന്നിൽ കാണുന്ന വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് ഇടത്ത് സൈഡിലോട്ടാണ് പോകുന്നത്. ഇടത്ത് സൈഡിലോട്ട് പോയിട്ട് നമ്മൾ ഇവിടെയുള്ള കാഴ്ചകൾ, ഇവിടെ രണ്ട് സൈഡിലും, അതായത് ഇവിടെ ഒത്തിരി ഈ പല ആശ്രമങ്ങളുടെയും ഒക്കെ വലിയ മഠങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് മുന്നോട്ട് പോകാം. ഇതുണ്ട്, ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ആഴമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഘാട്ടുകൾ നിർമ്മിക്കാത്തത്. നമ്മൾ യമുനാ നദിയുടെ കരയ്ക്കൂടെ കുറേ അധികം ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്യാമറയുടെ നടുക്കായിട്ട് വീഡിയോയുടെ നടുക്കായിട്ട് കാണുന്ന ഭാഗമാണ് ശരിക്കും ത്രിവേണി സംഗമം. നമ്മളിപ്പോൾ നമ്മുടെ വശത്തായിട്ടുള്ള യമുനാ നദിയും ആ പാലമൊക്കെ ദൂരെയായിട്ടൊരു പാലം കാണുന്നില്ലേ, ആ പാലം
ഗംഗാനദിക്ക് കുറുകെയുള്ള പാലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന യമുനാ നദിയും ആ പാലത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന ഗംഗാനദിയും ഭൂമിക്കടിയിലൂടെ വരുന്ന സരസ്വതി നദിയും സംഗമിക്കുന്ന സ്ഥലമാണ് ഈ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും നടുക്കായിട്ട് കാണുന്ന ഭാഗം, വളരെ ദൂരെയായിട്ട് കാണുന്ന ഭാഗം. അവിടെയാണ് ത്രിവേണി സംഗമം, പുണ്യ സംഗമം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ സംഗമസ്ഥാനത്ത് വന്ന എല്ലാവർക്കും കുളിക്കാനായിട്ടൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് എവിടെ കുളിച്ചാലും ഈ നദിയുടെ, ഈ ഗംഗാ നദിയുടെയോ യമുനാ നദിയുടെയോ എവിടെ ഏത് ഭാഗത്ത് കുളിച്ചു കഴിഞ്ഞാലും അത് പുണ്യമായിട്ടാണ്, പുണ്യ സ്നാനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നദിയുടെ പല ഭാഗങ്ങളിൽ കണ്ടോ, നമുക്ക് അങ്ങ് ഗംഗാ നദിയുടെ അക്കരെ ഇപ്പം ഇതിൻ്റെ നേരെ ക്യാമറയിൽ കാണുന്നത് ഈ രണ്ട് നദിയും കൂടെ സംഗമിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നേരെ മുന്നിൽ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ആ സംഗമിച്ച സ്ഥലത്ത് പറ്റിയെങ്കിൽ നമുക്ക് സംഗമിച്ച ഗംഗാ യമുന നദികൾ സംഗമിച്ച് ഒഴുകുന്ന നദിയും ഗംഗാ നദി എന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് പറ്റിയെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ യമുനാ നദിയുടെ തീരത്തോടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ എൻ്റെ വലതുവശത്തായിട്ട് ഇതിങ്ങനെ അനേകം ടെൻറ്റുകളും ഒക്കെ കാണാം. പല ആശ്രമങ്ങളുടെയും പല സ്ഥാപനങ്ങളുടെയും ഒക്കെ ടെൻറ്റുകളാണ്. ഇവിടെയും ഇങ്ങനെ കിലോമീറ്ററുകൾ നീളത്തിൽ ഇങ്ങനെ ഇതിൻ്റെ കരക്കെല്ലാം ഇങ്ങനെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റ് പല സന്യാസിമാരുടെ ആശ്രമങ്ങളും എല്ലാമാണ് ഈ വലത് സൈഡിലായിട്ട് കാണുന്നത്. അപ്പം ഈ ഇട സൈഡിലായിട്ട് കാണുന്നതാണ് യമുനാ നദി. നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു പാലമുണ്ട്, ആ പാലം വഴി ക്രോസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വഴിയല്ല, ഇത് ശരിക്കും യമുനാ നദിയുടെ കരയ്ക്കുള്ള ഒരു മണൽത്തിട്ടയാണ്. ഈ മണൽത്തിട്ട വഴിയാണ് നടക്കുന്നത്. താൽക്കാലികമായിട്ട് ഇരുമ്പ് തകിട് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വഴിയാണ് നടക്കുന്നത്. കൊണ്ട് ഇരുമ്പ് തകിടാണ്, ഈ ഇരുമ്പ് തകിട് കൊണ്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വഴിയാണിത്. ഇതുപോലെ അനേകം കിലോമീറ്ററുകൾ കണക്കിന് വഴിയാണ് ഈ താൽക്കാലികമായിട്ട് കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇതുവഴി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് രണ്ടുപേര് എൻ്റെ അടുത്ത് വന്നതാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഞങ്ങളെയും കൂടെ ഫേമസ് ആക്കും, മോണാലിസയെ ഫേമസ് ആക്കിയ പോലെ ഞങ്ങളെയും കൂടെ ഫേമസ് ആക്കും. പക്ഷേ ഇവർ ഈ ചെവി ക്ലീൻ ചെയ്യുന്നത്, ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെവി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഇവർ. അപ്പോൾ ഇവർ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ കൂടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോഡെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ റോഡ് എല്ലാവിധ വാഹനങ്ങളും പോകുന്ന രീതിയിലുള്ള റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യമുനാ നദിയുടെ തീരത്തുള്ള മണൽത്തിട്ടയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വലതുവശത്ത് കണ്ടോ, നമ്മളിപ്പം ഇപ്പം നമുക്ക് തോന്നും ഏതോ ഒരു നഗരത്തിൽ കൂടെ നടക്കുന്ന ഫീലിംഗ് ആണ് തോന്നുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ വന്നതാണ്. ഇവിടെ ഒരു യാതൊരുവിധ കൺസ്ട്രക്ഷനും ഇല്ലാതെ കിടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് കുംഭമേളയ്ക്ക് വേണ്ടി തന്നെ, ഈ നഗരം മുഴുവൻ കുംഭമേളയ്ക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എൻ്റെ ഈ രണ്ട് സൈഡിലും കാണുന്ന സ്ഥലത്തുകൊണ്ട് അങ്ങോട്ട് നോക്കി ദൂരോട്ട് ടെൻറ്റുകൾ, മണൽത്തിട്ടയിൽ ഒക്കെ ടെൻറ്റുകൾ പണിതിരിക്കുന്നതാണ്. ഈ സൈഡിലും അനേകം ടെൻറ്റുകളും അങ്ങനെ പല കമ്പനികളുടെ സ്റ്റാളുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത്രയും നേരം നമ്മൾ നടന്നുകൊണ്ടിരുന്നത് സെക്ടർ 24 കൂടെ നടന്നത്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെക്ടർ 25ആണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ താൽക്കാലികമായിട്ട് അനേകം പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ചക്രമാധവ പാലം, ഇത് താൽക്കാലികമായിട്ടുള്ള പാലമാണ്. പക്ഷേങ്കിൽ ഈ പാലം വഴി നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുമോ എന്നറിയത്തില്ല. ചില പാലം വഴി അങ്ങോട്ട് വിടുക, ഈ പാലം വഴി അങ്ങോട്ട് പോകാം. ഈ പാലം വഴി നമുക്ക് അങ്ങോട്ട് പോകാതെ കൊണ്ട് ഇത് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇതെല്ലാം ഈ ഇരുമ്പ് തകിടുകൾ ഇട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല വീതിയുള്ള വഴികളാണ്. പല രാജ്യങ്ങളുടെ കൊടികൾ, എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ, ബംഗ്ലാദേശ്, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും കൊടി ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും കൊടി ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം നിന്ന അരയിൽ ഘാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കുറേ ദൂരം നമ്മൾ മുന്നോട്ട് വന്നു. ഇവിടെ കണ്ടോ, ഇതിപ്പം ഇവിടെയും ഇങ്ങനെ കടവുകളാണ് കാണുന്നത്, കുളിക്കുവാനായിട്ടുള്ള സൗകര്യമാണ് കാണുന്നത്. ഇവിടെ പകൽ സമയത്ത് നല്ല ചൂടാണ്. അപ്പം വെയിലത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നമുക്ക് ഇവിടുന്ന് ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കിലോമീറ്ററുകൾ ഇനിയും നടക്കാനായിട്ടുണ്ട്. നമ്മളിങ്ങനെ നമുക്ക് അങ്ങേ സൈഡിലോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു പാലം നോക്കി നമ്മൾ നടക്കുകയാണ്. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നില്ല ഏത് നമ്പർ പാലം വഴിയാണ് കടന്നത്. ഇന്നലെ ഈ വഴിക്ക് മുഴുവൻ ഞാൻ വന്നതാണ്, ഈ വഴി വന്ന് നോക്കിയതാണ്. ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഭാഗത്ത് എടുക്കണമെന്നൊക്കെ നോക്കിയിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ വീണ്ടും ഇതുപോലൊരു മണൽത്തിട്ട വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ രണ്ട് സൈഡിലും രണ്ട് പാലങ്ങളുണ്ട് അങ്ങോട്ട് കിടക്കാൻ. പക്ഷേ രണ്ട് സൈഡിലും കണ്ടിട്ട് അങ്ങോട്ട് വിടുന്ന ലക്ഷണമില്ല, ഇങ്ങോട്ട് മാത്രമാണ് ആൾക്കാർ വരുന്നത് കാണുന്നത്. ഈ സൈഡിൽ കാണുന്ന പാലത്തിലും
ഈ സൈഡിൽ കാണുന്ന പാലത്തിൽ ഈ രണ്ട് പാലത്തിൽ കൂടെയും ഒരു സൈഡിലോട്ട് മാത്രമേ ആൾക്കാർ പോകുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പം ഇനി അടുത്ത പാലം കാണും. ആ പാലം വഴി നമുക്ക് അങ്ങേ സൈഡിലോട്ട് നമുക്ക് ചെന്നിട്ട് അങ്ങേ സൈഡിലെ കാഴ്ചകൾ കാണാം. ഇതുപോലെയുള്ള സാധനം കൊണ്ടാണ് താൽക്കാലികമായിട്ട് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങളിൽ ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്ന ദൃശ്യങ്ങൾ, പുണ്യസ്നാനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ കിലോമീറ്ററുകൾ നമ്മൾ മുന്നോട്ട് വന്നു. നമ്മളങ്ങനെ ഈ നദിക്ക് കുറുകെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നദി ഇപ്പം സംഗമം കഴിഞ്ഞിട്ട് ഒഴുകി വരുന്ന ഭാഗമാണ്. അതായത് ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിച്ച് കഴിഞ്ഞിട്ട് ഒഴുകി വരുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ കിടക്കുന്നത്. ഈ നദിയും ഗംഗാനദി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. സംഗമിച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ട് ഒഴുകുന്ന നദി ഗംഗാനദി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഗംഗയിൽ വന്ന് മറ്റ് നദികൾ ലയിക്കുന്നതായിട്ടാണ് സങ്കല്പം. ഇനി ഇവിടെ കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ മുന്നോട്ടാണ് വാരണാസിയും ഒക്കെ വരുന്നത്. ഇവിടുന്ന് 100-140 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വാരണാസി, കാശിയിലോട്ടൊക്കെ ഈ നദി ഇവിടുന്ന് ഒഴുകി കാശിയിലോട്ടാണ് എത്തുന്നത്. നമ്മളങ്ങനെ ഒരു 2 കിലോമീറ്ററോളം നടന്ന് നമ്മൾ നദി ക്രോസ് ചെയ്ത് നമ്മൾ നദിയുടെ ഇങ്ങേക്കരെ വന്നു. നമ്മളിപ്പം ഗംഗാനദിയുടെ ഇങ്ങേക്കരയാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു സംഗമം കഴിഞ്ഞിട്ടുള്ള ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിച്ചിട്ടൊഴുകുന്ന നദിയാണ് നേരെ മുന്നിൽ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നേരത്തെ ആദ്യം വന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വഴി വരാനായിട്ടാണ് നമ്മളിതുവഴി ഇനി നടന്നു പോകുന്നത്. നമ്മൾ നദിയുടെ ഇങ്ങേ സൈഡിൽ വന്ന് ഇങ്ങനെ ഒരു ആരതി ഘാട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടാണ്. ഇവിടെ ആരതി ഘാട്ട്, പല ആരതി ഘാട്ടുകൾ കാണുമായിരിക്കും. ഇതുപോലൊരു ആരതി ഘാട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ മതിലിലൊക്കെ നല്ല അലങ്കാരങ്ങൾ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പെയിൻറ്റിങ്ങുകളും ഒക്കെ കാണാം. ഇത് ഒരു ആരതി ഘാട്ടാണ്. നമ്മൾ ഇതിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന്, നമ്മൾ ഈ നദിയുടെ അങ്ങേ സൈഡിൽ നിന്നാണ് നടന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ സംഗമ സ്ഥലത്തോട്ട് പോകുന്ന സംഗം ഘാട്ടിൻ്റെ അടുത്തോണ്ടിരിക്കുകയാണ്. ഇതുവഴി ഒരു പാലമുണ്ട്, ചെറിയൊരു പാലം. ആ പാലം വഴി കടന്നിട്ടാണ് നമ്മൾ സംഗം ഘാട്ടിലേക്ക് പോകുന്നത്. സംഗം എന്ന് പറയുന്നത് നടുക്കായിട്ടാണ്. കുറച്ച് ദൂരം നമ്മൾ നടുക്കോട്ട് നടന്നു ചെല്ലാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലം വഴി നടന്ന് ആ സംഗം ഘാട്ടിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മുന്നോട്ട് സംഗമ. അതുപോലെ 11 മുതൽ 20 വരെയുള്ള സെക്ടറുകൾ ഇവിടെയാണ്. നമ്മൾ അങ്ങേ സൈഡിൽ നിന്ന് യമുനാ നദിയുടെ കരയ്ക്ക് നിന്നൊക്കെ നടന്ന് വന്നത് അവിടെ 22, 23, 24 സെക്ടറുകൾ ആ സൈഡിലായിരുന്നു. അതിപ്പോൾ കൂടുതൽ സെക്ടറുകൾ ഈ സൈഡിലാണുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട സ്നാനഘട്ടം സംഗം ഘാട്ടിലോട്ടുള്ള വഴിയാണിത്. നമ്മൾ യമുനാ നദിയുടെ തീരത്ത് നിന്ന് കിലോമീറ്ററുകൾ നടന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ മെയിൻ ഇങ്ങോട്ട് വരാനായിട്ടുള്ള മെയിൻ വഴികളാണ്. അനേകം ആൾക്കാർ ഉച്ച സമയമായിട്ടും അനേകം ആൾക്കാരാണ് മേളയിൽ പങ്കെടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗംഗാനദിക്ക് കുറുകെയുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു പാലത്തെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഗംഗാനദിയാണ്. അതായത് സംഗമം നടക്കുന്നതിന് മുമ്പുള്ള ഗംഗാനദിയാണ്. പ്രയാഗ്രാജിൽ ഗംഗാ യമുന സംഗമം നടക്കുന്നതിന് മുമ്പുള്ള ഗംഗാനദിയാണ്. ഗംഗാനദിയുടെ ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ പാലത്തെ കൂടെ നടന്ന് ഗംഗാനദിയുടെ ഇക്കരെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയും ഈ പാലത്തിൻ്റെ 2 സൈഡിലുമൊക്കെ ആയിട്ട് അനേകം ഘാട്ടുകൾ കാണാം. അനേകം ഘാട്ടുകൾ, കുളിക്കാനായിട്ടുള്ള ഘാട്ടുകൾ കാണാം. ഇതുപോലെ ദൂരോട്ട് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്തോട്ട് നോക്കിയാലും ഇടതുവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ അനേകം ഘാട്ടുകൾ കാണാനായിട്ട് സാധിക്കും. ഗംഗാനദിക്ക് കുറുകെയുള്ള വലിയൊരു പാലവും നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ പാലം കടന്ന് ഇടത്ത് വശത്തോട്ട് പോയി ആ സംഗമ സ്ഥലം, യമുനാ നദിയായിട്ട് സംഗമിക്കുന്ന സ്ഥലം നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ത്രിവേണി സംഗമത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും അടുത്തായിട്ട് നമ്മൾ കാണുന്ന നദിയാണ് ഗംഗാനദി. ദൂരെയായിട്ട് വലത് സൈഡിലായിട്ട് കാണുന്നതാണ് യമുനാ നദി. ഗംഗാനദിയും യമുനാ നദിയും അടിയിലൂടെ സരസ്വതി നദിയും ഒന്നിച്ച് മുന്നോട്ട് ഒഴുകുന്ന ത്രിവേണി സംഗമമാണിത്. कर्पूरगौरं करुणावतारं संसारसारं भुजगेन्द्रहारं सदा वसन्तं हृदयारविन्दे भवं भवानी सहितं नमामि. कर्पूरगौरं